ആരാ? ജിംസന്റെ വീടില്ലേ? അതെ, ആരാ? ഫ്രണ്ടാ. ഓ, ആ മോൻ ഇരിക്കുക കേട്ടോ, ഞാൻ ഇപ്പൊ വരാവേ. ഗൾഫിൽ എന്തോ ജോലി പ്രശ്നം കാരണം ആളുകളെയൊക്കെ നാട്ടിലേക്ക് കയറ്റിവിടുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ജിംസിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാവരുടെയും കാര്യമല്ല. തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കി നടന്നിട്ട് ഇപ്പോഴായി കുടുംബത്തിനൊരു സമാധാനം ഉണ്ടായേ. കഴിഞ്ഞ ദിവസവും വിളിച്ചതാ, കുഴപ്പമൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. അയ്യോ മോനെ, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ട് പോവാം കേട്ടോ. അല്ല വേണ്ട അമ്മച്ചി, അമ്മച്ചി അതിപ്പോ എടുക്കാം. അമ്മച്ചി, മോൻ എവിടത്തെയാ? അമ്മച്ചി, ആ മോൻ കഴിക്കട്ടോ. അമ്മച്ചി, അമ്മച്ചി, എന്നാടി ഈ വീട്ടിൽ ഒന്നും കഴിക്കാനില്ലേ? എന്റെ പൊന്നു മോളെ, നിനക്ക് ചക്കപ്പഴം എടുത്ത് അമ്മച്ചി വെച്ചിരുന്നതാ. നിന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ വന്നപ്പോ അതെടുത്ത് അമ്മച്ചി കൊടുത്തുപോയി. നരകം, എനിക്ക് വിശക്കുന്നു. അമ്മച്ചിക്ക് അറിയത്തില്ല വൈകിട്ട് വന്ന് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന്. എനിക്ക് വിശക്കുന്നുണ്ട്. എന്റെ പൊന്നു മോളെ, അവനത് മുഴുവനും കഴിക്കല്ലടി. അല്ലെങ്കിൽ അമ്മച്ചി ഇപ്പൊ മോൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. അമ്മച്ചി എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കി. ഒരു 5 മിനിറ്റ് ക്ഷമിക്കേ. അയ്യ അമ്മച്ചി, അമ്മച്ചി എന്താ പണിയാ കാണിച്ചേ? ഒരു 5 മിനിറ്റ് കൂടെ അങ്ങ് ക്ഷമിക്കേ. അമ്മച്ചി ഇറങ്ങാം. ഓ എന്റെ കർത്താവേ, ഈ നാഗവല്ലിയാണല്ലോ എന്റെ വയറ്റിൽ പിറന്നത്. ഡാർട്സ് ഒരു ബ്ലൗസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഡാർട്സ്. രേഷ്മ ഒന്ന് ഒരു പൊട്ടിക്കുന്നു മാറും. ജിംസിക്കും കാണണ്ടേ? ശ്രദ്ധിച്ചോണേ. അനന്യാസേവരില്ലേ, വനിതയുടെ കവർക്കുകളാവാൻ ഫോട്ടോ അയക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞിട്ട് അവൾ അയക്കുന്നത്, ഞാനും അയക്കുന്നുണ്ട്. ചന്ദനമഴ കണ്ടോ? അതിങ്ങോട്ട് കൊണ്ടുവരണം. ഓ ഓ സോനിയ, നിങ്ങളുടെ പ്രകാശിന്റെ സ്റ്റുഡിയോ എങ്ങനെയുണ്ട്? ഭാവനയാണോ? അടിപൊളിയാ. എന്നാ? എനിക്ക് ഒരു ഫോട്ടോ എടുപ്പിക്കാനായിരുന്നു, വനിതാ കവർ ഗേൾ കോമ്പറ്റീഷന് വേണ്ടിട്ടാ. ഭയങ്കര. എന്നാ കൊച്ചെന്റെ മടിയിലോട്ട് കയറി. താങ്ക് യു ചേച്ചി.